ഹലോ, അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് വേറെ എവിടേക്കുമല്ല, എനിക്ക് ലാപ്ടോപ്പ് മേടിക്കാൻ പോകണതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിനി പഠിക്കാൻ പോകുന്ന ലാപ്ടോപ്പൊക്കെ മസ്റ്റാണ്. സോ അന്ന് ഞങ്ങൾ രണ്ടുമൂന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് മേടിക്കാൻ പോകുന്നതാണ്. അങ്ങനെ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ബസ്സിൽ കയറി നേരെ മെട്രോയിലിട്ട് ഒന്ന് എടപ്പള്ളിയിലാണ് പോയി മേടിക്കണേ. അങ്ങനെ പിന്നെ മെട്രോ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. എടപ്പള്ളിയിലുള്ള നന്ദകത്തിന്നാണ് ലാപ്പ് മേടിച്ചത്. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയില്ല, കുറച്ച് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ ചെയ്ത് വേഗം തന്നെ ലാപ്പൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ലുലുലോട്ടാണ്. കാരണം 2 മണി 3 മണി സമയം എന്തോ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് നേരെ ഹൈപ്പറിലിട്ട് കയറി. അങ്ങനെ ഫുഡൊക്കെ മേടിച്ചു. ഹൈദരാബാദി ബിരിയാണിയാണ് ഞാൻ മേടിച്ചത്, അനിയത്തി ബ്രോസ്റ്റർ എന്തോ ആണ് മേടിച്ചത്. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ സാലഡൊക്കെ മേടിച്ചിരുന്നു. എനിക്ക് ഇവിടുത്തെ സാലഡ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാമല്ലോ. അങ്ങനെ ഞാൻ മിക്സ് ചെയ്ത് സാലഡൊക്കെ എടുത്തു. ബില്ലിംഗ് കൗണ്ടറിലേക്ക് വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. കുറേ നേരം അവിടെ നിന്നു. പിന്നെ അനിയത്തിനെ വായിച്ചിനെ ഏൽപ്പിച്ചിട്ട് ഞാനും പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഹൈദരാബാദി ബിരിയാണി നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ ഒപ്പം മേടിച്ച ചിക്കൻ ഫ്രൈ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ സാലഡ് ആസ് യൂഷ്വൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഫുഡ് കഴിച്ച് തന്നെ ഒരു മധുരം, അത് നിർബന്ധമാണ്. അങ്ങനെ പിന്നെ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി ബർഗറിലോട്ട് കയറി. അവിടെ നിന്ന് 4 വാനിലയൊക്കെ പറഞ്ഞു, വാനില ഐസ്ക്രീം പറഞ്ഞു. ഇവിടുത്തെ ഐസ്ക്രീം നല്ല ടേസ്റ്റാണ്. ഞങ്ങളെപ്പോൾ വന്നാലും ഇത് കഴിക്കലുണ്ട്, നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഐസ്ക്രീം. അങ്ങനെ അത് കഴിച്ചു. പിന്നെ അധികം നേരം ഒന്നും നിന്നൊന്നുമില്ല, ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 5 മണി 6 മണി സമയം എന്തോ ആയിരുന്നു, അതുകൊണ്ട് തന്നെ വേഗം ഇറങ്ങി. അങ്ങനെ പിന്നെ മെട്രോ ഒക്കെ പിടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇത്ര ഉള്ളൂടാ.